Hi students, ഇന്നത്തെ സെഷനിൽ അൽഗോരിതംസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള സബ്ജക്റ്റിൽ ഹാഷിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ലെറ്റ് ദ സൈസ് ഓഫ് എ ഹാഷ് ടേബിൾ ഈസ് 8. The index of the hash table varies from 0 to 7. Assume the key values തന്നിട്ടുണ്ട് നമുക്ക്. They are mapped using modulo operator. Show how the keys are distributed using hashing. Okay, so ക്വസ്റ്റ്യനിൽ ഹാഷിംഗ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ആദ്യം ഹാഷ് ടേബിളിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഹാഷ് ടേബിൾ ഓഫ് സൈസ് 8 ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. So the index of the hash tables varies from 0 to 7 ആണ്. സോ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യണത് 0, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പോൾ നമുക്ക് 8 സ്ലോട്ട് ഹാഷ് ടേബിളിൻ്റെ സൈസ് 8 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യണത് 0 തൊട്ട് 7 വരെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹാഷ് ടേബിൾ. സോ കീ വാല്യൂസ് തന്നിട്ടുണ്ട്. ദേ ആർ മാപ്ഡ് യൂസിങ് മോഡുലോ ഓപ്പറേറ്റർ. സോ ഇവർ ഹാഷ് ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞേക്കുന്നത് എച്ച് ഓഫ് കീ എന്താണോ നിങ്ങളുടെ കീ വാല്യൂ മോഡുലസ് ഹാഷ് ടേബിളിൻ്റെ സൈസ് ആയിരിക്കും. സോ അതാണ് ഇവർ ഈ ഹാഷ് ഫംഗ്ഷൻ മോഡുലസ് ഓപ്പറേറ്റർ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഓരോ കീസിലും ഈ ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? സോ 73ക്ക് കറസ്പോണ്ടിങ് ഇൻഡെക്സ് എന്താണ് കിട്ടുക? 73 എടുക്കുകയാണെങ്കിൽ 73 ഫസ്റ്റ് എലമെൻറ്റ് 73 ആണ്. 73 മോഡ് ടേബിളിൻ്റെ സൈസ് ഇവിടെ 8 ആണ്. സോ നമുക്ക് റിമൈൻഡർ എന്താ കിട്ടാം? സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണ് കിട്ടാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സ് നോക്കാം. ഫസ്റ്റ് ഇൻഡെക്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് 73 എന്നുള്ള കീ ഫസ്റ്റ് ഇൻഡെക്സിൽ 73 സ്റ്റോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ 54 ആണ്. സോ 54 മോഡ് 8 കാൽക്കുലേറ്റ് ചെയ്യാം. സോ റിമൈൻഡർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാം 6 ആണ്. സോ 6th സ്ലോട്ട് ചെക്ക് ചെയ്യാം. 6th സ്ലോട്ട് ഫ്രീ ആണ്. സോ നമുക്ക് അവിടെ 54 എന്നുള്ള എലമെൻറ്റ് അവിടെ സ്റ്റോർ ചെയ്യാം. നെക്സ്റ്റ് എലമെൻറ്റ് 15 ആണ്. 15 മോഡ് 8 മോഡലസ് ഓപ്പറേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. 15 മോഡ് 8 ആകുമ്പോൾ സോ നമുക്ക് റിമൈൻഡർ കിട്ടാം 7 ആണ് കിട്ടുന്നുണ്ടാവുക. സോ 7th ഇൻഡെക്സിൽ നമ്മൾ ആ കീ വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് 48 ആണ്. സോ 48 മോഡ് 8 കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നുണ്ടാവുക റിമൈൻഡർ ഇൻഡെക്സ് 0 ആണ് കിട്ടുന്നുണ്ടാവുക. സോ 0th സ്ലോട്ടിൽ 48 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് 89 മോഡ് 8 കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക റിമൈൻഡർ 1 ആണ്. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഫസ്റ്റ് സ്ലോട്ട് ഓൾറെഡി ഒരു എലമെൻറ്റ് പ്രസൻ്റ് ആണ്. 73 പ്രസൻ്റ് ആണ് ഫസ്റ്റ് സ്ലോട്ടിൽ. സോ ഇവിടെ കൊളീഷൻ ഒക്കർ ചെയ്തു. ഓക്കെ, സോ ഈ കൊളീഷൻ ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. കൊളീഷൻ റിസൊല്യൂഷൻ ടെക്നിക്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല പ്രോബ്ലത്തിൽ. സോ നമ്മൾ ലീനിയർ പ്രോബിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം. കൊളീഷൻ റെസൊല്യൂഷൻ നമ്മളിവിടെ സോൾവ് ചെയ്യണത് ലീനിയർ പ്രോബിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. സോ ലീനിയർ പ്രോബിങ്ങിൽ എന്താ പറയുന്നത്? കൊളീഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹാഷ് ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പുതിയ ഇൻഡെക്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എച്ച് ഓഫ് കെ അതിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. എവിടെയാണ് കൊളീഷൻ വന്നത് ആ ഒരു ഇൻഡെക്സ് പ്ലസ് ഐ ഹോൾ മോഡ് ടേബിൾ സൈസ്. ഇതാണ് റീഹാഷ് ചെയ്യണ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ പുതിയ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് ഓഫ് കെ എവിടെയാണ് കൊളീഷൻ നടന്നത് 1 ആണ്. പ്ലസ് ഐ മോഡുലസ് ടേബിൾ സൈസ് ഇവിടെ 8 ആണ്. അപ്പോൾ ഇതിനകത്ത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ടേബിളിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 തൊട്ട് 7 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. സോ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ആ ഓർഡറിൽ തന്നെ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഐയുടെ വാല്യൂ ഈ ഓർഡറിൽ തന്നെ ഐയുടെ വാല്യൂ അസൈൻ ചെയ്യണം. സോ ഇനീഷ്യലി ലീനിയർ പ്രോബിങ്ങിൽ ഐയുടെ വാല്യൂ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ഇട്ട് ചെക്ക് ചെയ്യാം. സോ 1 + 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? ഫസ്റ്റ് ഇൻഡെക്സ് തന്നെയാണ് കിട്ടുക. സോ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഐയുടെ വാല്യൂ 1 ആക്കിയിട്ട് വാരി ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. സോ 1 + 1 മോഡ് 8. സോ നമുക്ക് 2 ആണ് കിട്ടുക. സെക്കൻഡ് സ്ലോട്ട് നോക്കാം.
സോ സെക്കൻഡ് സ്ലോട്ട് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് 89 എന്നുള്ള എലമെൻറ്റ് സെക്കൻഡ് സ്ലോട്ടിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് നോക്കാം. 66 ആണ്. സോ 66 മോഡുലസ് 8 കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവാം 2 ആണ്. നമുക്കറിയാം സെക്കൻഡ് സ്ലോട്ട് ചെക്ക് ചെയ്യുക, ഓൾറെഡി ഒരു എലമെൻറ്റ് പ്രസൻ്റ് ആണ്, വാക്കൻ്റ് അല്ല. സോ നമുക്ക് എഗെയിൻ കൊളീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ എഗെയിൻ കൊളീഷൻ, ഈ കൊളീഷൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാം? എഗെയിൻ നമ്മൾ ഇപ്പോൾ ലീനിയർ പ്രോബിംഗ് ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് അതിനെ അപ്ലൈ ചെയ്യണം. സോ ഇവിടെ റീഹാഷ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം? റീഹാഷിങ് ചെയ്യണത് 2 + i മോഡുലസ് 8 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഐയുടെ വാല്യൂ നമുക്ക് ആദ്യം i = 0 കൊടുത്ത് നോക്കാം. അപ്പോൾ 2 + 0 മോഡ് 8 2 തന്നെയാണ് കിട്ടാം. സോ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ദെൻ ഐയുടെ വാല്യൂ 1 ആക്കാം. ദെൻ 2 + 1 മോഡ് 8. സോ എഗെയിൻ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഇപ്പോൾ കിട്ടുന്ന വാല്യൂ 3 ആണ്. തേർഡ് ഇൻഡെക്സ് ഫ്രീ ആണോ നോക്കാം. തേർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. സോ നമ്മുടെ എലമെൻറ്റ് 66 എന്നുള്ള എലമെൻറ്റ് നമ്മൾ തേർഡ് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് 37 ആണ്. സോ 37 മോഡുലസ് 8 നോക്കാം. 37 മോഡുലസ് 8 എന്ന് പറയുന്ന വാല്യൂ കിട്ടാൻ നമുക്ക് ഇൻഡെക്സ് 5 ആണ് കിട്ടാം. സോ ഫിഫ്ത്ത് സ്ലോട്ട് ചെക്ക് ചെയ്യാം. ഫിഫ്ത്ത് സ്ലോട്ട് അവൈലബിൾ ആണ്. സോ നമുക്കവിടെ 37 സ്റ്റോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് നോക്കുക. 18, ഫൈനൽ എലമെൻറ്റ് 18 ആണ്. 18 മോഡ് 8 നോക്കാം. സോ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 2 ആണ്. നമുക്കറിയാം ഓൾറെഡി സെക്കൻഡ് സ്ലോട്ട് കൊളീഷൻ വന്ന സ്ലോട്ടാണ്, അവിടെ എലമെൻറ്റ് ഓൾറെഡി പ്രസൻ്റ് ആണ്. സോ നമുക്ക് ഇവിടെ വന്ന കൊളീഷൻ എങ്ങനെ വീണ്ടും റിസോൾവ് ചെയ്യാം? സോ കൊളീഷൻ റിസോൾവ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഏത് ഇൻഡെക്സ് ആണോ കൊളീഷൻ ഒക്കെ ചെയ്തത് പ്ലസ് i മോഡുലസ് ടേബിൾ സൈസ്. സോ ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങാം. ഐയുടെ വാല്യൂ 0 തൊട്ട് ഓരോ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ലീനിയർ പ്രോബിങ്ങിൽ എല്ലാ സ്ലോട്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ 2 + 0 മോഡ് 8 നമുക്ക് കിട്ടാൻ 2 ആയിരിക്കും, അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. 2 + ദെൻ ഐയുടെ വാല്യൂ 1 ആക്കാം. 2 + 1 മോഡ് 8. സോ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് തേർഡ് ഇൻഡെക്സ് ആണ്. തേർഡ് ഇൻഡെക്സ് ഓൾസോ ഫിൽഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഐയുടെ വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. 2 കൊടുക്കാം. 2 + 2 മോഡ് 8 ഫോർത്ത് സ്ലോട്ടാണ് കിട്ടാം. ഓക്കെ, ഫോർത്ത് സ്ലോട്ട് ചെക്ക് ചെയ്യാം. ഫോർത്ത് സ്ലോട്ട് അവൈലബിൾ ആണ്. സോ നമുക്ക് 18 എന്നുള്ള എലമെൻറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ഹാഷ് ടേബിൾ ഇതായിരിക്കും. ഈ ഒരു ഹാഷ് ടേബിളിൽ എലമെൻറ്റ്സ് ഈ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മളിവിടെ കൊളീഷൻ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോബിംഗ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് സപ്പോസ് നമ്മൾ എല്ലാ സ്ലോട്ടും ഐയുടെ വാല്യൂ ഇപ്പോൾ 0 തൊട്ട് ഐയുടെ ലാസ്റ്റ് ഇൻഡെക്സ് സപ്പോസ് ഐയുടെ വാല്യൂ 7 വരെ ചെക്ക് ചെയ്തിട്ട് ഒരു ഫ്രീ സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഹാഷ് ടേബിൾ ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ അവൈലബിൾ ആയിരിക്കില്ല. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇതാണ് ഫൈനൽ ടേബിളിനകത്തുള്ള എലമെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.